ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇടുക്കി ടൗൺഷിപ്പിലുള്ള നാച്ചുറ ലാ കാസ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ഇത് തടിയമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള 7 ഏക്കർ പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് 11 പേരെയുള്ള ഒരു ഗ്യാങ് ആയിട്ടാണ്. ഇവിടെ ഓൾമോസ്റ്റ് 15 to 20 ആൾക്കാർക്ക് സുഖമായി താമസിക്കാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഈ റിസോർട്ടിൽ നിന്ന് ഇടുക്കി ഡാം, കാൽവറി മൗണ്ട്, പാൽക്കുളം മേട് തുടങ്ങിയ എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കും നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. ഇവിടുന്ന് 10 to 15 കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും. സോ ഇടുക്കി വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് നാച്ചുറ ലാ കാസ. ഈ റിസോർട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഓൾമോസ്റ്റ് 3 ആളുകൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ ഈ റൂമിൽ AC അവൈലബിൾ ആണ് ആൻഡ് അറ്റാച്ച്ഡ് ബാത്റൂം ഓൾസോ. ഏതൊരു റിസോർട്ടിൻ്റെയും ഫസ്റ്റ് പ്രയോറിറ്റി നല്ലൊരു ബെഡും നല്ലൊരു ടോയ്ലറ്റുമാണ്. ഇവിടുത്തെ ടോയ്ലറ്റും എക്സ്ട്രീം വെൽ മെയിൻറ്റെയിൻഡ്. സെയിം ടൈപ്പ് ടോട്ടൽ 3 ബെഡ്റൂംസ് ആണ് ഈ വീടിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഡാൻസ് ഫ്ലോറും അഡീഷണൽ 3 ഹട്ട് റൂംസും അവൈലബിൾ ആയിട്ടുള്ള ഏരിയ. ആൻഡ് നമ്മുടെ ഡിന്നർ ഔട്ട്ഡോറിൽ നടത്താൻ വേണ്ടിയുള്ള ടേബിൾസും ഇവിടെ അവൈലബിൾ ആണ് വിത്ത് ക്യാമ്പ് ഫയർ സെറ്റപ്പ്. വെൽക്കം ഗൈസ് ടു ദ നെക്സ്റ്റ് ഡേ അറ്റ് നാച്ചുറ ലാ കാസ റിസോർട്ട്. അപ്പം നമ്മുടെ പാർട്ടി എല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ നമുക്ക് ചെക്കൗട്ടിനുള്ള സമയമായി. വൈകുന്നേരം 2 മണി ടു നെക്സ്റ്റ് ഡേ 10 മണി വരെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ടൈം. സോ നമ്മൾ ഈവനിങ് 6 വന്നു. ഇപ്പോൾ രാവിലെ 9 മണി ആയപ്പോഴത്തേന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. "24 hours ഇവിടെ കുക്കിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ റേറ്റ്സ് അത് സീസൺ ടു സീസൺ ഡിപ്പെൻസ് ആണ്. സോ ഈ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിലും കാണിച്ചേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവരുടെ പ്ലാനിൽ നൈറ്റിലെ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. നൈറ്റിലെ ഫുഡെന്ന് വെച്ചാൽ ചിക്കൻ, ബീഫ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും വിത്ത് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞങ്ങൾക്ക് സെർവ് ചെയ്തത്. It was plenty.
നമ്മൾ വന്ന വണ്ടി ഇവരുടെ താഴത്തെ പാർക്കിംഗ് യാർഡിൽ ഇട്ടിട്ട് ഇവരുടെ 2 ജീപ്പിൽ വേണം നമുക്ക് മേളിലെ റിസോർട്ടിലേക്ക് വരാൻ. ഓൾമോസ്റ്റ് 200 മീറ്റേഴ്സ് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ഹിൽ ക്ലൈംബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിസോർട്ടിൽ വന്നത്. ആ വരവ് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഹൈ തരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു.